നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ക്യാപ്ഷൻ കണ്ടതുപോലെ തന്നെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും മലയാളികൾ നന്നാവത്തില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ഈ വീഡിയോയുടെ ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓരോ കോളേജുകളിലേക്കും അഡ്മിഷൻസിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുകയാണെങ്കിലും കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകൾ അഡ്മിഷൻസ് എടുക്കുന്ന വേളയിലും നിരവധി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം 10-20 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ആ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഏറ്റവും അവസാനം ഏതെങ്കിലും ചതിക്കുഴികളിലോ ആരുടെയെങ്കിലും വാക്കുകളിലൊക്കെ വിശ്വസിച്ച് ഏതെങ്കിലും ട്രാപ്പിൽ പോയി പെടുകയും എല്ലാ വർഷവും കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ പേരൻസും ഒക്കെ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാറുണ്ട്. എങ്ങനെയെങ്കിലും ആ കോളേജിൽ നിന്ന് മാറി പോകാനുള്ള എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ, അഡ്മിഷൻസ് മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, എങ്ങനെ നമ്മൾ കോളേജുകൾ തിരഞ്ഞെടുക്കാം, എങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് കുട്ടികൾ ഫേസ് ചെയ്യുന്നതെന്നൊക്കെയുള്ളതാണ്. നമുക്കറിയാം, കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഉടായ്പ കോളേജുകൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. പല കോളേജുകളിലും ഒന്നിലധികം നഴ്സിംഗ് കോളേജുകൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു കോളേജിൻ്റെ പേരിലായിരിക്കും അഡ്മിഷൻസ് എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അവിടുന്ന് അഡ്മിഷൻസ് ട്രാൻസ്ഫർ ചെയ്ത് മറ്റുള്ള കോളേജുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. അത് കർണാടകയിൽ ഉടനീളം നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് കാര്യങ്ങൾ നടക്കുന്നതായിട്ടുണ്ടാവുക. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് മെഡിക്കൽ കോളേജുകൾ, ഉദാഹരണം ആകാശ് മെഡിക്കൽ കോളേജ് എന്നൊക്കെ പറഞ്ഞ പല മെഡിക്കൽ കോളേജുകളുടെയൊക്കെ പേരും വാർത്തകളൊക്കെ നേരത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ബാച്ചിൽ തന്നെ 100-500 നഴ്സിംഗ് സ്റ്റുഡൻസിനെയൊക്കെയാണ് അവർ ഉൾക്കൊള്ളിച്ച് ആ ഒരു ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ ക്യാമ്പസിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇല്ലീഗലായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ലഭിക്കേണ്ട എക്സ്പീരിയൻസും എക്സ്പോഷറും ഒക്കെ നല്ല രീതിയിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി പേരൻസ് പറയുന്നത് ബാംഗ്ലൂർ വേണ്ട, എന്നാൽ മംഗലാപുരത്ത് പോയിട്ട് അഡ്മിഷൻസ് എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില കോളേജുകളിൽ, ഇപ്പോൾ ആലിയ പോലെയുള്ള ചില നഴ്സിംഗ് കോളേജുകളിലൊക്കെ ആണെങ്കിലും ഒരു ബിൽഡിങ്ങിൽ തന്നെ 6-7 നഴ്സിംഗ് കോളേജുകളൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ പോകുന്നുമുണ്ട്. അപ്പോൾ 40 കുട്ടികളെ മാത്രം പഠിപ്പിക്കേണ്ട ഒരു ഫെസിലിറ്റിയിൽ ഏകദേശം 300-ൽ കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ, ഓരോ ബാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്, അപ്പോൾ ഒരു ബാച്ചിൽ 300 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ട എക്സ്പീരിയൻസ് എക്സ്പോഷറും വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. പല കുട്ടികളും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ജോലിക്ക് വേണ്ടി എന്നെ സമീപിച്ചപ്പോൾ ആണ് കൂടുതൽ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞൊരു കാര്യമാണ്, പല സെമസ്റ്ററുകളിലും അവർക്ക് വേണ്ടത്ര പ്രാക്ടിക്കൽസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത്. ഇതുകൂടാതെ മറ്റൊരു തട്ടിപ്പ് കാര്യങ്ങളാണ്, മിക്കവാറും ചില കോളേജുകളിലൊക്കെ തന്നെ എക്സാംസ് എഴുതുന്ന പോലും ഡമ്മി ആയിട്ടുള്ള സ്റ്റുഡൻസിനെ വെച്ചിട്ട് എക്സാംസ് എഴുതിക്കുന്ന കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പല കുട്ടികൾക്കും കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും അവർ ഫണ്ട് കണ്ടെത്തി ആ ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് കോളേജിൽ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മറ്റുള്ള കുട്ടികൾ, ജൂനിയേഴ്സോ സീനിയേഴ്സോ എക്സാംസ് എഴുതുകയും അങ്ങനെ ആ പേപ്പറുകൾ യൂണിവേഴ്സിറ്റിക്ക് സബ്മിറ്റ് ചെയ്ത് അങ്ങനെയെങ്കിലും ഈസി ആയിട്ട് പാസ്സായി ഒരു നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എടുക്കാമെന്നുള്ളതാണ് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം. അങ്ങനെ നിരവധി കോളേജുകളിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത നഴ്സുമാരെയാണ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താൽക്കാലിക ലാഭത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാമെന്ന ഒറ്റ ഒരു ആഗ്രഹത്തോടെ ഇങ്ങനെയുള്ള ഉടായ്പ നഴ്സിംഗ് കോളേജുകളിൽ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ അത് നല്ല രീതിയിൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ വളരെ ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നല്ല രീതിയിൽ കോമ്പറ്റീഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓരോ എൻട്രൻസ് എക്സാംസ് ആയിക്കോട്ടെ, അല്ലാതെ ഓസ്കി പോലെയുള്ള പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ പല കൺട്രികളിലേക്ക്, അബ്രോഡൊക്കെ ഉള്ള പല കൺട്രികളിലും അത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാതെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഓരോ കോളേജുകളും സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചേരുക. ഇപ്പോൾ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഏത് ലൊക്കേഷനിലുള്ള കോളേജുകളായിക്കോട്ടെ ആ കോളേജുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. പലപ്പോഴും ഞാൻ നിരവധി കുട്ടികൾക്ക് പല കോളേജസും അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും കുട്ടികൾ ഒരു പക്ഷേയെങ്കിലും വലിയ ക്യാമ്പസ്, അടിപൊളി സെറ്റപ്പ് മാത്രം മുന്നേ കണ്ടുകൊണ്ട് പല കൺസൾട്ടൻസി ഏജൻറ്റുമാരോ അല്ലെങ്കിൽ ചില കോളേജുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒക്കെ അഡ്മിഷൻസ് നേടി പോകാറുമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പോകുന്ന പല കോളേജുകളിലും ഈ അഡ്മിഷൻ സമയത്ത് കുട്ടികൾക്ക് ലീവ് പോലും കൊടുത്ത്, അതായത് സീനിയർ കുട്ടികൾക്ക് ലീവ് പോലും കൊടുത്ത് കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് കമ്മീഷനായിട്ട് ഒക്കെ നല്ലൊരു തുക അവർക്ക് വാഗ്ദാനങ്ങളും നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെ
ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ അവർ പഠിക്കുന്ന കുട്ടികൾ നല്ല രീതിയിലാണ്, നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇന്ന കോളേജുകളിലേക്കൊക്കെ പെട്ടുപോകാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ കേരളത്തിലെ ഒരു നഴ്സിംഗ് കോളേജിൽ പ്രൊഫസർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിലും നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തൊക്കെ ഇൻസ്പെക്ഷൻ ടീമുകളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു കോളേജ് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പോകുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് ഫെസിലിറ്റീസ്, അക്കാഡമിക് ഫെസിലിറ്റീസ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന കോളേജാണോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ മാക്സിമം കുട്ടികൾക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചുപൊളി സെറ്റപ്പുകൾ പോലെയുള്ള കോളേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് യൂത്തിൻ്റേതായിട്ടുള്ള ലൈഫ് അടിപൊളിയായിട്ട് പോവും. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കോളേജുകളിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഇഷ്യൂസ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നത്. പല കുട്ടികളും 1 വർഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന സാഹചര്യങ്ങളും കാണാറുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് കുട്ടികൾ ഫേസ് ചെയ്യുന്നത്. ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ഇരിക്കെ അവിടെ മെയിനായിട്ട് ഒരു റേസിസം പോലെയുള്ള ഒരു കുഴപ്പം പല കോളേജുകളിലും ഫേസ് ചെയ്യുന്നതായിട്ട് കുട്ടികൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗേൾസ് ഓൺലി കോളേജുകളാണെന്നുണ്ടെങ്കിലും ചില കോളേജുകളിൽ നല്ല രീതിയിൽ കമ്പാരിസൺസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ മലയാളി സ്റ്റുഡൻസ് അല്ലെങ്കിൽ കേരള സ്റ്റുഡൻസിന് ഇൻ്റർണൽ മാർക്കുകൾ കുറച്ച് കൊടുക്കുകയും തമിഴ് സ്റ്റുഡൻസിന് കൂടുതൽ മാർക്കുകൾ കൊടുക്കുകയും പല കാര്യങ്ങളിലും അവരെ ടോർച്ചർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് കുട്ടികൾ പറഞ്ഞ് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമിഴ്നാട്ടിലാണെങ്കിലും കോളേജുകൾ ചൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ഇൻറ്റീരിയറുള്ള കോളേജുകൾ ചൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിവതും കൂടുതൽ മലയാളി കുട്ടികൾ അഡ്മിഷൻസ് എടുക്കുന്ന കോളേജുകൾ മാത്രം അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകൾ വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് പേടിച്ചുകൊണ്ട് നമുക്കില്ലാത്ത പൈസയൊക്കെ സ്വരുക്കൂട്ടി നമ്മൾ ഹെവി ഡൊണേഷൻസ് കൊടുത്ത് ചില കോളേജുകൾ കേരളത്തിലേക്ക് അഡ്മിഷൻസ് നേടിയാലും അവിടെ ചെല്ലുമ്പോഴും നടക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കോളേജുകൾ കേരളത്തിലും ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറിലായിക്കോട്ടെ, സിമെറ്റ് പോലെയുള്ള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിക്കോട്ടെ, പ്രൈവറ്റ് മേഖലയിലായിക്കോട്ടെ, ചില കോളേജുകളിലൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ ലേബലുള്ള കോളേജുകളിൽ പോലും വെറും 20-ൽ താഴെ പേഷ്യൻസുമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന കോളേജുകൾ പോലും കേരളത്തിലുണ്ടെന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിക്കത്തില്ല. പക്ഷേ കേരളത്തിലും ഈ പറയുന്ന രീതിയിൽ ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ ഹോസ്പിറ്റലിൽ വേണ്ടത്ര രോഗികളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്ന കോളേജുകളുണ്ട്. അപ്പോൾ ഈ കോളേജുകളിലേക്കൊക്കെ അഡ്മിഷൻസ് നേടുവാനായിട്ട് ഏകദേശം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ഡൊണേഷൻ ഇനത്തിൽ മാത്രമായിട്ടും ഫീസ് മേടിക്കുന്ന ഒരു കാര്യങ്ങളും നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ വിലയിരുത്തുക. അത്യാവശ്യം നിങ്ങളുടെ മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുക. അപ്പോൾ ഞാൻ കേരള ഗൈഡൻസിൻ്റെ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലാ ഇൻഫർമേഷൻസും, ഓരോ കോളേജുകളുടെ നിലവാരങ്ങൾ, പ്രോബ്ലംസ്, അതുപോലെ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റിലീജിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷൻ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജുകളിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രയോറിറ്റി അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ കുട്ടികൾക്കും ഗൈഡൻസ് നൽകുന്നുണ്ട്. അപ്പോൾ കേരള ഗൈഡൻസിൻ്റെ സ്പെഷ്യൽ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം. അഥവാ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, 70% അല്ലെങ്കിൽ 80% മാർക്കേ ഉള്ളൂ, നമുക്കറിയാം കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത്, വീണ്ടും പല ഏജൻറ്റുമാരെ സമീപിച്ച് 5 ലക്ഷവും 10 ലക്ഷവും ഡൊണേഷൻ കൊടുത്ത് എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും ഇവിടെ കടിച്ചു പിടിച്ച് നടക്കുക എന്നുള്ളതിനേക്കാളും ഭേദം നല്ല രീതിയിൽ റെപ്യൂറ്റഡ് ആയിട്ട് പോകുന്ന പല മെഡിക്കൽ കോളേജുകളിലും കേരളത്തിന് പുറത്തുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ പല കോളേജുകളിലും ഡയറക്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓതറൈസേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്തേക്കുള്ള റെപ്യൂറ്റഡ് ആയിട്ടുള്ള പല മെഡിക്കൽ കോളേജുകളിലേക്കും റെപ്യൂറ്റഡ് ആയിട്ടുള്ള പല നഴ്സിംഗ് കോളേജുകളിലേക്കും ഡയറക്റ്റ് അഡ്മിഷൻസ് നേടുവാനായിട്ടും ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ എടുക്കുന്ന വേളയിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫീ ഡിഡക്ഷനോടുകൂടി തന്നെ അഡ്മിഷൻസ് കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ ചേരാനിരിക്കുന്ന പല കോളേജുകളിലും 25,000 മുതൽ 50,000 വരെ ഫീസ് ഡിഡക്ഷൻസ് നമുക്ക് നേടിത്തരുവാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഒരു കോളേജ്, അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകളായാലും സേഫായിട്ട് നല്ലൊരു ക്വാളിറ്റി നേഴ്സായിട്ട് പുറത്തിറങ്ങുവാനായിട്ട് ഉതകുന്ന കോളേജിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വർഷമെങ്കിലും നിരവധി കുട്ടികൾ നല്ല കോളേജുകളിലേക്ക് പഠിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ കാര്യങ്ങൾ പലയിടത്തും ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും വലിയ വലിയ പ്രോബ്ലംസും പല കോളേജുകളിലും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പലതും നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമാണ് ഉള്ളൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകൾ പല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജനറൽ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് എക്സ്ക്ലൂസീവ് ഒരു ഗൈഡൻസ് ഗ്രൂപ്പുണ്ട്.
BSc നഴ്സിംഗ് പഠിക്കുന്നവർക്ക് അത് കേരളത്തിലേക്കാണെങ്കിൽ കേരള ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട്. ഇനി കേരളത്തിൻ്റെ പുറത്തേക്കുള്ള കോളേജുകളിലേക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ KEയുടെ ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഗൈഡൻസ് കുട്ടികൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് നേഴ്സിംഗ് ഡയറീസിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒരു പക്ഷേങ്കിൽ ഇത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.